ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ വീഡിയോ ആക്കി മാത്രം ഒതുക്കാതെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കൂടെ ചെയ്യുന്നുണ്ട്. ചാനലിൻ്റെ പേര് പ്രകൃതി ബ്യൂട്ടി എന്നാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബ്യൂട്ടി ടിപ്സും സ്കിൻ കെയർ വ്ളോഗ്സും ഒക്കെയാണ് നമ്മൾ ഈ ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ്, അതുപോലെ തന്നെ ഫാഷൻ ഔട്ട്ഫിറ്റ്സ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വരുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും മിസ്സാവാണ്ട് കാണാനും പറ്റും. എൻ്റെ പേര് രാജി, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്. അപ്പോൾ അത്രയാണ് എന്നെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ പേര്, എവിടെ നിന്നാണെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിന് ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആപ്ലിക്കേറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ ഇത് നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഇത് ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഫെയർ സ്കിന്നിന് ഒബ്വിയസ്ലി ന്യൂഡ് ലിപ്സ്റ്റിക്സ് നന്നായിരിക്കും. കുറച്ച് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കിലോട്ട് പോകാനായിട്ട് കുറച്ച് മടി ഉണ്ടാവും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈവൻ നിങ്ങൾക്ക് ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു സ്കിൻ ടോണിന് അനുസരിച്ച് വാങ്ങിക്കുക. ഞാനിത് മേടിച്ചത് ലുലു എന്നാണ്. ലുലുവിൽ ഫേസസ് കാനഡയുടെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഷോപ്പായിട്ടല്ല, നമ്മൾ പോകുന്നിടത്ത് തന്നെ അവിടെ ഉണ്ടാവൂലേ, അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഫേസസ് കാനഡയുടെ പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. എൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ്. 999 രൂപയായിരുന്നു. പിന്നെ GSTയും അങ്ങനെ ടാക്സ് എന്തോ ആയിട്ട് ഞാൻ 1020 റുപ്പീസോ 1017 റുപ്പീസോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ മേടിക്കുകയാണെങ്കിൽ ഇത്രയും പൈസ കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് പോയി ട്രൈ ചെയ്തിട്ടാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ പോയി ട്രൈ ചെയ്ത് മേടിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ സ്കിൻ ടോണിന് അത് ചേരണുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഞാൻ അവിടെ ട്രൈ ചെയ്യാനായിട്ട് പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളർ ഉണ്ടായിരുന്നു. അവിടെ എടുത്തു തരാനായിട്ട് നിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചി ഇട്ടിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക്ക് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ അത് എൻ്റെ ഒരു സ്കിൻ ടോണിനോ എൻ്റെ ലിപ്സിൻ്റെ ഷെയ്ഡിനോ ചേരുന്നുണ്ടായിരുന്നില്ല. ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇട്ടപ്പോഴേക്കും അതിൻ്റെ കളർ മാറി. അപ്പോൾ നമ്മുടെ ഒരു സ്കിൻ ടോണിനനുസരിച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അത് എങ്ങനെയാണോ ബ്രൈറ്റൻ ആവുന്നത് അതിൽ ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് മീഡിയം സ്കിന്നൊക്കെ പറ്റിയതാണ്. നിങ്ങൾക്ക് ഇനി അപ്പോൾ പോയി മേടിക്കാനുള്ള ഒരിതില്ല. നിങ്ങൾക്ക് മീഡിയം സ്കിൻ ടോണിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ അടുത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി അങ്ങനെ തിക്കായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ ടിൻറ്റ് മാത്രം വരാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യൂലേ, അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഇത്ര നീളമുള്ള ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഞാൻ മുമ്പ് മേബലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ലിപ്സ്റ്റിക്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കുറേ നാൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ല. ഇതെനിക്ക് തോന്നുന്നു ഇത് ഔട്ടർ പാക്കേജിംഗ് ആണ് ഇത്രയും വലുതായിരിക്കുന്നത്. അകത്ത് ട്യൂബ് മിക്കവാറും ചെറുതായിരിക്കും. മേടിക്കുക, കുഴപ്പമൊന്നുമില്ല. മേടിച്ചാലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. എല്ലാ സ്കിൻ ടോണിനും ഒരുവിധം ചേരുന്നതാണ്. ഒത്തിരി ബ്ലാക്ക് ഡീപ്പർ സ്കിൻ ടോണിന് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ബ്രൗൺ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അവർക്കിത് കുഴപ്പമില്ല കേട്ടോ. ചിലർ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഡീപ്പർ സ്കിൻ ആണെങ്കിലും ബ്രൗൺ സ്കിൻ ആണെങ്കിലും അവർ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിലൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണ്, നിങ്ങളുടെ ലിപ്സിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് വരുന്നത്. നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഡ്രൈനെസ്സോ ചാപ്പ് ലിപ്സ് പോലെയോ
ഒന്നും ഫീൽ ആവില്ല. ഈവൻ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും കുറച്ചൊന്ന് വെൽവെറ്റ് പോലെ ഇരിക്കും നമ്മുടെ ലിപ്സ്. ആ ഒരു ക്വാളിറ്റി ഈ ഒരു ലിപ്സ്റ്റിക്കിനുണ്ട്. നമ്മൾ ലോക്കൽ ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ ചാപ്പായിട്ടിരിക്കും, സ്കിന്നിൽ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന മാതിരി ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ ലിപ്സിൽ ഇട്ടാൽ പോലും ഇത് നല്ല ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക് ഇട്ട മാതിരി തന്നെ ഉണ്ടാവും. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ലോക്കൽ പ്രോഡക്റ്റ് ഇട്ട ഒരു ഫീലൊന്നും ഈ ഒരു ലിപ്സ്റ്റിക്ക് തരില്ല. അത് ഓർത്തിട്ട് നമുക്ക് ടെൻഷനൊന്നും വേണ്ട. പിന്നെ നല്ല കളറിലുള്ള പാക്കേജിങ് ആണ്. ഇതിൻ്റെ ഇവിടെയും മുകളിലും ഒക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്കും ഒരു ന്യൂഡ് കളറും ഒക്കെ കോമ്പിനേഷനിൽ. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഞാൻ പറയാനായിട്ട് വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കണേ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. എനിക്ക് ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷവുമാണ്. പുതിയൊരു ഫാമിലി, പുതിയ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്ന മാതിരി ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെയാണ്. ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച, അതായത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, ഈ 3 ദിവസവും വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മുടെ ചാനലിൽ പുതിയ ലോങ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന വീഡിയോ. അല്ലാതെ ഡെയിലി നമുക്ക് ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കാതെ തന്നെ എല്ലാ കണ്ടൻസും നല്ല ക്വാളിറ്റി കണ്ടൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എൻ്റെ ബെസ്റ്റ് ഞാൻ തരാനായിട്ട് ശ്രമിക്കും കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.